ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മലയാളം കോമിക്കോൺ. ഞാൻ എൻ്റെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നന്ദി പറയുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 1K സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കഴിഞ്ഞ വീഡിയോയിൽ അടുത്ത് ഷസാമിൻ്റെ വീഡിയോ ആയിട്ട് വരുമെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. പക്ഷേ 3 ദിവസം മുമ്പ് സ്പൈഡർമാൻ്റെ ട്രെയിലർ റിലീസായിരുന്നു. സോറി ഗൈസ്, ഞാൻ ട്രെയിലറിനെ കുറിച്ച് അലേർട്ടായിരുന്നില്ല. പിന്നെ വീഡിയോ ഇടാതിരുന്നത് സ്പൈഡർമാനെ കുറിച്ച് പ്രിപ്പയർഡ് അല്ലാത്തത് കൊണ്ടാണ്. വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് സ്പൈഡർമാൻ്റെ വീഡിയോ പ്രതീക്ഷിക്കാവുന്നതാണ്. നമുക്ക് ഷസാമിലേക്ക് പോകാം. DC-യുടെ ഏറ്റവും ഫേമസ് ആയ സൂപ്പർ ഹീറോസിൽ ഒരാളാണ് ഷസാം. കോമിക്സിൽ ഒരു പുതിയ തരം സ്റ്റോറി ലൈൻ കീപ്പ് ചെയ്ത ഒരു കോമിക്സ് കൂടിയാണ് ഷസാം കോമിക്സ്. ചെറുപ്പം തൊട്ടേ സൂപ്പർ ഹീറോ മൂവീസും കാർട്ടൂൺസും എല്ലാം കണ്ടുകൊണ്ടിരുന്നവരാണെങ്കിൽ അവർ ചെറുപ്പത്തിൽ വിചാരിച്ചിട്ടുണ്ടാവും ഞാനൊരു സൂപ്പർ ഹീറോ ആയിരുന്നുവെങ്കിലെന്ന്. ഈ ആഗ്രഹത്തെ പറിച്ച് കോമിക്സിലേക്ക് നട്ടതായി കാണപ്പെടുന്ന ഒരു സൂപ്പർ ഹീറോയാണ് ഷസാം. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ഷസാം എന്ന മൂവി കാണുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ്. കൂടാതെ ഷസാമിൻ്റെ ബാക്ക് സ്റ്റോറിയും ഞാൻ ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ ഗൈസ്, ഈ വീഡിയോ തീർച്ചയായിട്ടും മുഴുവൻ കാണുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്കുള്ള ഊർജ്ജം. സോ പ്ലീസ് സപ്പോർട്ട് ഗൈസ്. വീഡിയോയിലേക്ക് പോകാം. നിങ്ങളിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള അപ്ഡേറ്റ്സിനായി ബെല്ലൈക്കൺ അമർത്തുക. ഇപ്പോൾ നമ്മൾ ഷസാം എന്ന് വിളിക്കുന്ന ഈ സൂപ്പർ ഹീറോ ആയിരുന്നു ആദ്യത്തെ ക്യാപ്റ്റൻ മാർവൽ. ക്യാപ്റ്റൻ മാർവൽ എങ്ങനെ ഷസാമായ എന്ന കാര്യം ഞാൻ പിന്നീട് പറയാം. ദെൻ നമുക്ക് വിഷയത്തിലേക്ക് വരാം. 1940 ഫെബ്രുവരിയിൽ വിസ് കോമിക്സിൻ്റെ 20ാം ഇഷ്യൂയിലൂടെയാണ് ക്യാപ്റ്റൻ മാർവൽ എന്ന ഷസാമിൻ്റെ ഫസ്റ്റ് അപ്പിയറൻസ്. CC ബെക്കും ബെൽ പാർക്കറും കൂടിയിട്ടാണ് ഷസാമിനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഷസാമിനെ ഒരു മാജിക്കൽ സൂപ്പർ ഹീറോ എന്നും കൂടി വിളിക്കാൻ പറ്റും. ബിൽ പാർക്കറും CC ബെക്കും ഫോസറ്റ് കോമിക്സിന് വേണ്ടിയിട്ടാണ് ഷസാമിനെ ക്രിയേറ്റ് ചെയ്തത്. റിയൽ ഷസാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഷസാം ഒരു ഓൾഡ് ഏജ്ഡ് വിസാർഡായിരുന്നു. എന്നിട്ട് അദ്ദേഹത്തിൽ നിന്ന് കൈമാറ്റം ചെയ്യപ്പെടുന്ന പവേഴ്സിലൂടെയാണ് ബില്ലി ബാറ്റ്സൺ എന്ന കുട്ടിയുടെ ഷസാം ഒറിജിൻസ് തുടങ്ങുന്നത്. ഫോസറ്റ് കോമിക്സ് എന്ന് പറഞ്ഞാൽ DC-യെയും മാർവലിനെയും പോലെ നിരവധി സൂപ്പർ ഹീറോസ് അടങ്ങുന്ന ഒരു കോമിക്സ് ആയിരുന്നു. എന്തുകൊണ്ടോ അവർക്ക് ഇപ്പോഴത്തെ മാർവലിൻ്റെയും DC-യുടെയും ലെവലിലേക്ക് വിജയിക്കാൻ കഴിഞ്ഞെന്ന് തോന്നുന്നില്ല. പിന്നീട് ഫോസറ്റ് കോമിക്സിൻ്റെ കയ്യിൽ നിന്ന് ക്യാപ്റ്റൻ മാർവലിൻ്റെ റൈറ്റ്സ് DC വാങ്ങുകയായിരുന്നു. 1952 മുതൽ 72 വരെ ഫോസറ്റ് കോമിക്സ് ക്യാപ്റ്റൻ മാർവൽ എന്ന കോമിക്സ് നിർത്തിവച്ചിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ ആ സമയത്താണ് മാർവൽ കോമിക്സ് ക്യാപ്റ്റൻ മാർവൽ എന്ന പേരിൽ മറ്റൊരു സൂപ്പർ ഹീറോയെ ക്രിയേറ്റ് ചെയ്തത്. പിന്നീട് 1972 ശേഷം DC വീണ്ടും ക്യാപ്റ്റൻ മാർവൽ എന്ന പേരിൽ കോമിക്സ് തുടങ്ങി. പക്ഷേ നിലവിൽ മാർവലിൻ്റെ ക്യാപ്റ്റൻ മാർവൽ ഉള്ളതുകൊണ്ട് DCക്ക് ആ പേര് നിർബന്ധപൂർവ്വം മാറ്റി ഷസാം എന്നാക്കേണ്ടി വന്നു. പിന്നെ 2012 അതായത് ന്യൂ 52 കോമിക്സിലൂടെ ക്യാപ്റ്റൻ മാർവൽ എന്ന പേര് DC ഒഫീഷ്യലി ചേഞ്ച് ചെയ്ത് ഷസാം എന്നാക്കി. പിന്നീട് ന്യൂ 52ലൂടെയാണ് ഷസാം വീണ്ടും അപ്പിയറൻസ് നടത്തിയത്. ഇത്തവണ മോഡിഫൈ ചെയ്ത കഥയുമായി കേഴ്സ് ഓഫ് ഷസാം എന്ന കോമിക്സിലൂടെയാണ് വന്നത്. ജെഫ് ജോൺസും കാരി ഫ്രാങ്കും കൂടിയിട്ടാണ് ന്യൂ 52ൽ ഷസാമിൻ്റെ കഥ എഴുതിയത്. ആദ്യ ഷസാം ഒരു വിസാർഡായിരുന്നുവെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന് പ്രായമായ സമയത്ത് ഈവിൾസിനെതിരെ പോരാടാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ പവർ മറ്റൊരാളിലേക്ക് കൈമാറ്റം ചെയ്യാൻ തീരുമാനിക്കുന്നത്. അങ്ങനെയാണ് ബില്ലി ബാറ്റ്സനെ അടുത്ത ഷസാമായി ചൂസ് ചെയ്യുന്നത്. ബില്ലി ബാറ്റ്സനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബില്ലി ബാറ്റ്സൺ ഒരു ഓർഫണാണ്. സോ ബില്ലി ബാറ്റ്സൺ താമസിക്കുന്നത് ഫോസ്റ്റർ ഹോം എന്ന പേരുള്ള ഒരു ഓർഫനേജിലാണ്. അവിടെ താമസിക്കുന്നവർ അവനെ എപ്പോഴും ഉപദ്രവിക്കുകയും പല പ്രാവശ്യം അവൻ അവിടെ നിന്ന് ചാടി പോവുകയും ചെയ്യും. അങ്ങനെ ഒരു ക്രിസ്മസിന് ബില്ലി ബാറ്റ്സൺ പുതിയൊരു വീട് അന്വേഷിച്ച് കണ്ടുപിടിക്കുകയും അവിടെ നിന്നും അവന് വിഷമങ്ങൾ സഹിക്കേണ്ടി വരികയും ചെയ്യും. പിന്നീട് സ്കൂളിൽ വച്ച് ബില്ലി കുറച്ചു പേരുമായി തല്ലുണ്ടാക്കുകയും ബില്ലിയുടെ ഫോസ്റ്റർ ഹോമിലെ ഗാർഡിയൻ പ്രിൻസിപ്പളിനെ കാണാൻ വരികയും ചെയ്യും. അങ്ങനെ അന്ന് രാത്രി ആ വീട്ടിൽ നിന്ന് അവൻ ചാടുകയും രാത്രി പുറത്ത് അവൻ തല്ലിയ കുട്ടികൾ അവനെ ഓടിക്കുകയും അവനൊരു ട്രെയിനിൽ ചെന്ന് കയറുകയും ചെയ്യുന്നു. ഈ സീൻ മൂവിയിൽ കാണിക്കുന്നത് കുട്ടികളുമായി ഉണ്ടാകുന്ന അടിപിടിയിൽ തന്നെയാണ് അവൻ ഓടി ട്രെയിനിൽ ചെന്ന് കയറുന്നത്. അങ്ങനെ ആ ട്രെയിൻ മൂവായി കഴിയുമ്പോൾ ആ ട്രെയിനിൽ ലൈറ്റ്നിങ്ങിലൂടെ പല മാജിക്സും നടക്കുന്നത് കണ്ട് ബില്ലി പേടിക്കും. അപ്പോഴും ആ ട്രെയിൻ എങ്ങോട്ടേക്കാണ് ബില്ലിയെ കൊണ്ടുപോകുന്നതെന്ന് ബില്ലിക്ക് അറിയില്ല. അവസാനം ആ ട്രെയിൻ വന്ന് നിൽക്കുന്നത് റോക്ക് ഓഫ് എറ്റേണിറ്റിയിലാണ്. അവിടെ വന്ന് ഇറങ്ങിയതിനു ശേഷം അവൻ റോക്ക് ഓഫ് എറ്റേണിറ്റി മുഴുവൻ നടന്നു കാണും. അവിടെ വെച്ച് അവനൊരു സംസാരിക്കുന്ന മിററിനെയും ടോക്കിംഗ് ആർമറിനെയും കാണുന്നുണ്ട്. അവിടെ വെച്ച് മറ്റൊരു ശബ്ദം അവൻ കേൾക്കുകയും ആ ശബ്ദത്തെ അവൻ ഫോളോ ചെയ്തു പോവുകയും ചെയ്യുന്നു. അത് ചെന്നെത്തുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഷസാം എന്നൊരു വിസാർഡിൻ്റെ മുമ്പിലാണ്. അവിടെ വെച്ച് ബില്ലിയെക്കുറിച്ച് വിസാർഡ് മാജിക് ഉപയോഗിച്ച് മനസ്സിലാക്കുകയും വിസാർഡിൻ്റെ ആൻസിസ്റ്റേഴ്സിനെ ബ്ലാക്ക് ആഡം എന്ന നേരത്തെ ചാമ്പ്യൻ കൊന്ന ഒരു കാര്യം ബില്ലിയോട് പറയുകയും ചെയ്യും. ഒരു നല്ല വ്യക്തിയെയാണ് വിസാർഡ് അന്വേഷിക്കുന്നതെന്ന് മനസ്സിലാക്കുന്ന ബില്ലി പ്യുവർ ഗുഡ് പേഴ്സൺ ഈ ലോകത്ത് തന്നെ ഇല്ല എന്ന് വിസാർഡിനോട് വാദിക്കുകയും ചെയ്യും. താൻ നല്ലവനാകാൻ ശ്രമിക്കുന്നുണ്ടെന്നും എന്നാൽ ഈ ലോകം അതിനെ അനുവദിക്കുന്നില്ലെന്നും വിസാർഡിനോട് ബില്ലി പറയും. ബില്ലിയിലെ നന്മ വിസാർഡ് മനസ്സിലാക്കുകയും ഷസാം എന്ന പേര് അദ്ദേഹത്തിനോട് പറയാൻ പറയുകയും ബില്ലി ഷസാം എന്ന് പറയുമ്പോൾ ബില്ലി ഒരു മാജിക്കൽ ലെവൽ ലൈനിങ് ആയി മാറുകയും ചെയ്യും. Shazam?
ആ 15 വയസ്സുള്ള കുട്ടിയിൽ നിന്ന് ഒരു ഫുള്ളി അഡൽട്ടായതും മസ്കുലർ ആയിട്ടുള്ള ഒരു സൂപ്പർ ഹീറോ ആയിട്ടാണ് ബില്ലി മാറുന്നത്. ശേഷം വിസാർഡ് അദ്ദേഹത്തിൻ്റെ പദവിയും ഉത്തരവാദിത്വവും ബില്ലിയെ ഏൽപ്പിക്കുകയും ബില്ലിയെ റോക്ക് ഓഫ് എറ്റേണിറ്റിയിൽ നിന്ന് വീണ്ടും എർത്തിലേക്ക് വിടുകയും ചെയ്യും. ഷസാമിലെ ഓരോ വേർഡും ക്രിസ്ത്യൻ മതപ്രകാരമുള്ള അവരുടെ ഗോഡ്സിൻ്റെ പേരാണ്. അതായത് എസ് ഫോർ സോളമൻ, എച്ച് ഫോർ ഹെർക്കുലിസ്, എ ഫോർ അറ്റ്ലസ്, സി ഫോർ സ്യൂസ്, എ ഫോർ ആക്ലിസ്, എം ഫോർ മെർക്കുറി എന്നാണ്. അതുകൊണ്ട് തന്നെ ഷസാമിന് സോളമൻ്റെ വിസ്ഡം, ഹെർക്കുലീസിൻ്റെ സ്ട്രെങ്ത്, അറ്റ്ലസിൻ്റെ സ്റ്റാമിന, സ്യൂസിൻ്റെ പവർ, ആക്ലിസിൻ്റെ കറേജ്, മെർക്യൂറിയുടെ സ്പീഡുമുണ്ട്. ഇതുകൂടാതെ മറ്റനേകം സൂപ്പർ പവേഴ്സുമുള്ള ഒരു സൂപ്പർ ഹീറോയാണ് ഷസാം. ഷസാമിൻ്റെ ഏറ്റവും വലിയ എനിമി ബ്ലാക്ക് ആഡമാണ്. പിന്നെ ഡോക്ടർ സിവാന, മിസ്റ്റർ മൈൻ, 7 ഡെഡ്ലി സിൻസ്, സൊസൈറ്റി ഓഫ് ഈവിൾ ആൻഡ് ക്യാപ്റ്റൻ നേഴ്സി. ഇനി നമുക്ക് മൂവിയെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളിലേക്ക് പോകാം. ഈ മൂവി ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഡേവിഡ് എഫ് സാൻബർഗ് ആണ്. അദ്ദേഹം ഒരു ഹൊറർ ഡയറക്ടർ തന്നെയാണ്. ഈ മൂവിയിൽ ഷസാമിനെ ചെയ്യുന്നത് സാക്കറി ലെവിയും ബില്ലി ബാറ്റ്സിനെ ചെയ്യുന്നത് ആഷർ ഏഞ്ചലുമാണ്. ഓൾഡ് വിസാർഡായി വരുന്നത് റോൺ സീഫസ് ജോൺസ് ആണ്. ഈ മൂവിയിൽ ഷസാമിൻ്റെ വില്ലനായി വരുന്നത് ഡോക്ടർ സിവാനയാണ്. സിവാനയായി അഭിനയിക്കുന്നത് മാർക്ക് സ്ട്രോങ് ആണ്. കിങ്സ്മൻ സീരീസ് കണ്ടിട്ടുള്ളവർക്ക് തന്നെ അദ്ദേഹത്തെ പെട്ടെന്ന് മനസ്സിലാകും. കൂടാതെ ഡോക്ടർ സിവാനയാണ് ഷസാമിൻ്റെ വില്ലനായ ബ്ലാക്ക് ആഡത്തിനെ പുറത്തു കൊണ്ടുവരുന്നത്. ഈ മൂവിയിൽ ഡെഡ്ലി ഫോഴ്സ് ഓഫ് ഈവിൾസ് ആയിട്ട് ഷസാം ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഷസാം പ്രൊഡ്യൂസ് ചെയ്യുന്നത് റോക്ക് എന്ന ഡ്വെയ്ൻ ജോൺസണും വാർണർ ബ്രോസും ചേർന്നിട്ടാണ്. DC-യുടെ ബ്ലാക്ക് ആഡമായി അഭിനയിക്കുന്നത് റോക്ക് ആയിരിക്കുമെന്ന് നേരത്തെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. മൂവിയുടെ പ്ലോട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ കഥയാണെന്ന് നമുക്ക് ട്രെയിലറിലൂടെ മനസ്സിലാക്കാം. കഥയുടെ ആദ്യ അരമണിക്കൂർ മാത്രമേ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. മൂവി ഒരു ഫൺ ഫാമിലി എൻ്റർടൈനർ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്പൈഡർമാൻ ഹോം കമ്മിങ് കണ്ട രീതിയിൽ തന്നെ കണ്ടിരിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങളാരും മൂവി കാണാതിരിക്കരുത്. നമ്മളിതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പ്രത്യേക തരം കഥയുമായിട്ടാണ് ഷസാം വരുന്നത്. മൂവി ഫണ്ണിൽ മാത്രം ഒതുങ്ങുമെന്ന് ആരും കരുതേണ്ട. ഫണ്ണാണ്, പക്ഷേ ഫൺ മാത്രമല്ലെന്നും ഡയറക്ടർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഈ മൂവിക്ക് ഹെൻറി ഗൈഡനും ഡാരൽ ലെംക്കും കൂടിയാണ് കഥ എഴുതിയിരിക്കുന്നത്. മൂവിയിൽ സൂപ്പർമാൻ ഒരു ക്യാമിയോ റോളിൽ വരുമെന്നാണ് റിപ്പോർട്ട് ലഭിച്ചിരുന്നത്. എന്നാൽ വരില്ല എന്നും റൂമർ വന്നിട്ടുണ്ട്. സൂപ്പർമാനെ കുറിച്ച് അറിയണമെങ്കിൽ മൂവി തന്നെ കാണണം ഫ്രണ്ട്സ്. ഇനി ഞാൻ DC-യുടെ 3 അപ്ഡേറ്റ്സിനെ കുറിച്ച് കൂടി നൽകാം. അത് അപ്ഡേറ്റ്സ് ആണെന്ന് പറയാൻ കഴിയില്ല, കാരണം ഇത് വന്നിട്ട് കുറച്ച് നാളായി. ഇതിനെക്കുറിച്ച് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാകും. എന്നാലും അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ DC-യുടെ അപ്കമിങ് മൂവിയായ ബാറ്റ്മാൻ്റെ ഷൂട്ടിംഗ് നവംബറിൽ തുടങ്ങുമെന്ന് വാർണർ ബ്രോസ് പറഞ്ഞിട്ടുണ്ട്. നവംബറിന് മുമ്പ് തന്നെ പുതിയ ബാറ്റ്മാനെ കണ്ടുപിടിക്കുമെന്നും പടത്തിൻ്റെ ഡയറക്ടർ മാറ്റ് റീവ്സും പറഞ്ഞിട്ടുണ്ട്. മൂവിയുടെ ഷൂട്ടിംഗ് വൈകിയാണ് തുടങ്ങിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ വാർണർ ബ്രോസ് മാറ്റ് റീവ്സിനോട് സ്ക്രിപ്റ്റ് ചേഞ്ച് ചെയ്യാൻ പല പ്രാവശ്യം ആവശ്യപ്പെട്ടതായി റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഇത് ബാറ്റ്മാൻ്റെ ഒറിജിൻ സ്റ്റോറി ആയിരിക്കില്ല എന്നും മാറ്റ് റീവ്സ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കണ്ടിട്ടുള്ള വാർ ഫോർ ദ പ്ലാനറ്റ് ഓഫ് ദ ഏപ്സ് ഡയറക്ടർ ചെയ്തിരിക്കുന്നത് മാറ്റ് റീവ്സ് ആണ്. അടുത്ത അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ ലൂയിസ് ലെയ്നായി അഭിനയിച്ചുകൊണ്ടിരുന്ന ആമി ആഡംസ് ലൂയിസ് ലെയ്ൻ എന്ന കഥാപാത്രം ഉപേക്ഷിച്ചു എന്നതാണ്. ഇത് DC-ക്ക് ഒരു അടിയായി തന്നെ കാണാൻ കഴിയും. ഓരോരുത്തരെയും DC നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് അക്വാമാനെ കുറിച്ചാണ്. അക്വാമാൻ വലിയൊരു സക്സസ് ആയി മുന്നേറിക്കൊണ്ടിരിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അക്വാമാൻ 1 ബില്യൺ കളക്ഷൻ നേടിയിരിക്കുകയാണ്. അക്വാമാൻ്റെ സക്സസിനെ തുടർന്ന് അക്വാമാൻ 2 വരുമെന്നും കൂടാതെ ജസ്റ്റിസ് ലീഗ് 2 പെട്ടെന്ന് തന്നെ നടക്കുമെന്നും വാർണർ ബ്രോസിൽ നിന്ന് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുകയാണ്. താങ്ക്സ് ഫോർ യുവർ സപ്പോർട്ട് ഗൈസ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. See you next time with another video guys. This is Irsha signing off from Malayalam Comic Con.